ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മൾ 1 കപ്പ് ചോളപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് വേണം ഒന്ന് നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചായി ഒഴിച്ചിട്ട് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പിടിക്കുമ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അതൊന്ന് അടച്ച് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പുട്ടുണ്ടാക്കി എടുക്കാം. ഞാൻ കുറച്ച് തേങ്ങ ചെറിയതോടെ ഇതിലേക്ക് ഇട്ടോട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ടൂറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ടപ്പുട്ട് മേക്കറിലോ തേങ്ങ ഇട്ടിട്ട് നമ്മുടെ പൊടിയിട്ട് മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോളപ്പുട്ട് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചോളപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്